Hi guys, welcome to my YouTube channel. It's me, Tekma. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. വീക്ക്ലി ഷോപ്പിംഗ് എന്താ പറയുക, ഇതൊക്കെ പ്രമാണിച്ച് നമ്മൾ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പിന്നെ നമ്മുടെ കിച്ചണിൽ കുറേ ഐറ്റംസൊക്കെ ഫിനിഷായി. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻട്രോ എടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇൻട്രോ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെസ്റ്റോയിലാണ് നമ്മൾ പോയത്. നെസ്റ്റോയിലാണ് കൂടുതലായിട്ട് പോകുന്നത്. നെസ്റ്റോ ഓരോ സ്ഥലം മാറി മാറിയിട്ടാണ് നമ്മളെപ്പോഴും ട്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കിട്ടാറുണ്ട് നെസ്റ്റോന്ന്. നെസ്റ്റോ അല്ലെങ്കിൽ ലുലു, ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ വാങ്ങിക്കൽ സ്ഥലം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വീക്ക് എൻഡായ സമയത്താണ് നമ്മൾ പോയത്. അതായത് ഫ്രൈഡേ നമ്മൾ പോയി, നല്ല തിരക്കുണ്ടായിരുന്നു. അതായത് ഉച്ച കഴിഞ്ഞ് 3 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പോയതെങ്കിലും നല്ല അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ തിരക്കുള്ള സ്ഥലത്തു നിന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്നാലും കുട്ടി കുട്ടി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക. ഫസ്റ്റ് ടൈം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ഓൾന്ന് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഇതാ നെസ്റ്റോയിൽ എത്തിയിരിക്കുകയാണ്. പാർക്കിങ്ങിൻ്റെ സൈഡിലെത്തി. അതിനുശേഷം കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഷോപ്പിൻ്റെ അകത്തേക്ക് വന്നു. അപ്പോൾ കിച്ചൂസ് ഇതാ ഉറക്കത്തിൽ നിന്നാണ് നമ്മൾ എണീപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം. ഇതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു നെസ്റ്റോയിൽ വന്നിട്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഫുള്ള് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഷാമാടിന് അങ്ങനെ ട്രോളി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് അകത്തേക്ക് കടന്നു. ഈ ഒരു സൈഡിലൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രീമാണ് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് സോപ്പാണ്. എപ്പോഴും നമ്മൾ എന്താ പറയുക, മെഡിമിക്സിൻ്റെ ഒരു ആളായിട്ട് മാറിയിട്ടുണ്ട് ഈയിടെയായിട്ട്. അല്ലെങ്കിൽ ഡോവും അങ്ങനത്തെയൊക്കെ ആയിരുന്നു വാങ്ങിക്കൽ. അപ്പോൾ മെഡിമിക്സ് ഒരു 3-5 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഗൾഫുകാരുടെ സ്വന്തം, ഇതും ടൈഗർ ബാമൊക്കെ അല്ലേ എപ്പോഴും നമ്മൾ ഗൾഫുകാർ പറയുന്നത് അല്ലേ, കൊണ്ടുവരുന്നത്. പിന്നെ ഇതാ പ്ലേറ്റിൻ്റെ സെക്ഷനൊക്കെ എത്തിയിട്ടുണ്ട്. കിച്ചൺ ഐറ്റംസിൻ്റെ സെക്ഷൻ എത്തിക്കഴിഞ്ഞ് ശമട്ടം എല്ലാം സ്കൂട്ടാകുന്നതാണ്. വലിയ താല്പര്യമില്ലാത്തതാണ്. പക്ഷെ ഞാനിതാ ഈ ഒരു മഗ്, ഈ ഒരു ജാർ എടുത്തിട്ടുണ്ട്. വല്ല ജ്യൂസും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ അതാ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് കിച്ചണിൻ്റെയാണ്. വലിയ ഷാമാണിന് ഈ ഒരു സൈഡ് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഏരിയ ആണ്. പക്ഷേ എനിക്കേറ്റവും, നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ കൂടുതലായിട്ടും, ഷാമാണിന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് പ്ലാന്റ്സും അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ ജൂലിൻ്റെ സെക്ഷൻ എത്തിയപ്പോഴത്തേക്ക് ടോയ്സൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ജൂലിക്ക് കുറേ ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് മോപ്പും കാര്യങ്ങളുടെ ഏരിയ എത്തിന് ഇതൊരു കോംബോ ആയിട്ട് സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. റേറ്റും കുറവ്, 1 റിയാലിന് താഴെയായിട്ടേ ഉള്ളൂ. നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതൊരു കോംബോ ആണ്, വൈപ്പും എല്ലാം. പിന്നെ ഇതാ കിച്ചുവായി ട്രോളി കൺട്രോൾ ചെയ്യൽ ആവുന്നില്ലെങ്കിലും എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഹാൻഡ് വാഷിൻ്റെ ഇത് നല്ലതാണ് കേട്ടോ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പക്ഷേ പ്ലാസ്റ്റിക് ആണ് സംഭവം. ഗ്ലാസിൻ്റെ ഐക്കലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. 1.350 പൈസയൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. അപ്പോൾ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാനാണ് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഓരോന്ന് കാണുമ്പോൾ നല്ല, പക്ഷേ നമ്മളൊന്നും അങ്ങനെ ഒത്തിരി അങ്ങ് വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു ഐറ്റം ഗ്ലാസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വെറൈറ്റി ആയിട്ട് കുറേ ഉണ്ട്. പിന്നെ ഇതാ കിച്ചൂസിൻ്റെ സൈഡെത്തി പോപ്സിക്കിളും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്നതാണ്. ഇത് എഗ്ഗൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പല ടൈപ്പ് പോപ്സിക്കിൾ മേക്കർ ഉണ്ട്. കിച്ചൂസിന് ഓൾറെഡി ഉള്ളതുകൊണ്ട് മേടിച്ചിട്ടില്ല. പിന്നെ ഇത് കുട്ടി സ്റ്റവാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിതൊക്കെ ഒന്ന് നോക്കി. ഇതൊക്കെയാണ് ഷാമാണിന് ഇഷ്ടമുള്ള ഏരിയ. ഇങ്ങനത്തെ കുന്തിരിക്കം പോലത്തെ ഏരിയയൊക്കെയാണ് ഷാമാണിന് ഇഷ്ടം. പിന്നെ ഇതാ നമ്മളെ വാട്ടറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ, ഇത് ഇലക്ട്രിക്കാണ്, ചാർജ് ചെയ്യണം തോന്നുന്നു. പിന്നെ ഇതാ നമ്മളെ ഗ്രോസറി ഐറ്റംസിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ഗോതമ്പ് വാങ്ങിച്ചിട്ടുണ്ട്.
പായസം വയ്ക്കാനാണ് വാങ്ങിച്ചത്, കാരണം ഷാമാണിന് ഗോതമ്പ് പായസം വേണമെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അതിലേക്ക് പിടിച്ചു. പിന്നെ നമ്മൾ ഉപ്പുമാവിൻ്റെ റവ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജീരകശാല റൈസാണ് ഇത്. നല്ലൊരു അടിപൊളി റൈസാണ് കേട്ടോ, അധികം വാങ്ങിക്കാറുണ്ട്. പിന്നെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ആട്ടപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്, ഗോതമ്പ്. എപ്പോഴും നൈറ്റ് അധികം ചപ്പാത്തി ആയിരിക്കും. പിന്നെ ഇതാ മട്ട അരിയാണ്. എപ്പോഴും മട്ട മേടിക്കൽ, അധികം മട്ടയാണ് മേടിക്കൽ. മട്ട നമുക്ക് മടുക്കുന്ന സമയം മാത്രം നമ്മൾ പൊന്നിയോ അല്ലെങ്കിൽ കുറുവയൊക്കെ ട്രൈ ചെയ്യും. നാട്ടിലാകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം കുറുവയാണ്. ഇവിടെ അധികം മട്ടയാണ് ഷാമാണൊക്കെ ഇഷ്ടം. പിന്നെ നമ്മൾ ഈസ്റ്റേൺ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ചമ്പാ പുട്ടും അല്ലെങ്കിൽ ഈസ്റ്റേൺ പുട്ടൊക്കെ അധികം യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചമ്പാ പുട്ട് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു വലിയൊരു ഫാനായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മക്രോണിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചൂസിന് കുറച്ച് ചോക്ലേറ്റ് പാക്കറ്റ് എടുത്തിട്ടുണ്ട്, ഇടയ്ക്ക് കഴിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട്. ഈ ഒരു സൈഡിൽ മുഴുവൻ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ കിൻഡർ ജോയിൻ്റെ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നോമ്പൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പലഹാരങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ പലഹാരം മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ റോളും സുഗീനൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈവനിങ് ആണല്ലോ പോയത്, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഇപ്പം കഴിക്കാനും പാടില്ലല്ലോ നോമ്പായതുകൊണ്ട്. ഇവിടെ പ്രത്യേകിച്ചും ആൾക്കാരെ മുമ്പിൽ നിന്ന് വെള്ളം കുടിക്കാനോ ഫുഡ് കഴിക്കാനോ പാടില്ല. അപ്പോൾ ഇതാ നമ്മൾ വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്, പാരച്യൂട്ടിൻ്റെ. പിന്നെ ഇത് ഈ ഒരു പാഷൻ പുട്ട് സ്ക്വാഷ് എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നൊന്നുമില്ല, ആ ജാറ് മേടിച്ചോണ്ട് പിന്നെ എന്തെങ്കിലും കലക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ ഇതാ ഫുള്ള് നല്ല അടിപൊളി കേക്കൊക്കെ ഉണ്ട്. അപ്പോൾ കിച്ചൂസിന് അങ്ങനെ ജാഗറി വാങ്ങിച്ചു കൊടുത്ത്. ലഡു ബ്രദർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു, അതാണ് കിച്ചു പറഞ്ഞത്. പിന്നെ ഇതാ ഷാമാനാണ് എല്ലാം ഫ്രൂട്ട്സൊക്കെ ഇത്തവണ എടുക്കുന്നത്. അപ്പം മാംഗോ എടുത്തിട്ടുണ്ടായിരുന്നു, 3-4 എടുത്തു. പിന്നെ അതേപോലെ ഉറുമാമ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു, അതേ പോമോഗ്രാനൈറ്റ്. പിന്നെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് പ്ലംസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു സൈഡിൽ അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ബില്ല് ചെയ്യാൻ മറന്നുപോയി. വെജിറ്റബിൾസൊക്കെ ഓൾറെഡി ആദ്യം തന്നെ ബില്ല് ചെയ്തിട്ടാണ് മെയിൻ കൗണ്ടറിലേക്ക് പോകുന്നത്, അത് മാത്രം വിട്ടുപോയി. പിന്നെ ഇത് ആപ്പിളൊക്കെ നോക്കി എടുക്കുന്നുണ്ട് ശ്യാമായിട്ടൻ. അപ്പോൾ കിച്ചൂസിന് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ കഴിക്കാൻ പാടില്ല, അതൊന്നും അറിയില്ല. കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് അറിയാൻ പാടില്ലല്ലോ ചെറിയ മക്കളാകുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ നമ്മൾ ലീപ്സൊക്കെയാണ്. അപ്പോൾ നല്ല അടിപൊളി ചീരാണ്ടപ്പം എടുത്തു. പിന്നെ 2-3 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ പേരക്ക എടുത്തിട്ടുണ്ട്. ഷാമാണിന് ഭയങ്കര ഇഷ്ടമാണ് പേരക്ക. അപ്പം 3-4 പേരക്ക എടുത്തു. പിന്നെ ഇതേപോലെ തേങ്ങ കൊത്തിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ തേങ്ങയും. അപ്പോൾ ആവശ്യമുള്ളവർ ഇങ്ങനെ എടുക്കുക, തേങ്ങ അല്ലാതെയും കിട്ടും. അപ്പം ഞാൻ 2 ബോക്സ് ഗ്രേറ്റ് ചെയ്ത് തേങ്ങ ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി തക്കാളിയായിരുന്നു ഗായ്സ്, നല്ല ഓഫറും ഉണ്ടായിരുന്നു. 175 പൈസയായിട്ടേ ഉള്ളൂ, 450 ഒക്കെ കാണും ടൊമാറ്റോക്ക് അധികം റേറ്റ്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തു, ക്യാരറ്റ് എടുത്തു, ഫ്രൂട്ട്സ് അത്യാവശ്യം എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വെണ്ടയ്ക്ക വേഗം ചീഞ്ഞു പോകും, അതുകൊണ്ട് ഒത്തിരി ഒന്നും എടുക്കാറില്ല. പിന്നെ ഈ ഒരു സൈഡ് നമ്മുടെ കാമ്പ്, കൂമ്പ്, നാടൻ നല്ല അടിപൊളി ഐറ്റംസാണ്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ പിന്നെ ചേനയും പച്ചക്കായൊക്കെയാണ്. പിന്നെ ഒരു ചെറിയൊരു ചേന എടുത്തിട്ടുണ്ട്, നമുക്ക് ഇടയ്ക്ക് കൂട്ടുകറിയെല്ലാം വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു സൈഡിൽ ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്, പലതരം ഡേറ്റ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ചില ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷാമാട്ട് അങ്ങനെ കാഷ്യൂ വാങ്ങിച്ചു. പിന്നെ ഇത് വിയറ്റ്നാമിലെ അതായത് റോസ്റ്റഡ് കാഷ്യൂ ആണിത്, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, അതും വാങ്ങിച്ചു. ആ ഒരു പെട്ടി ബോക്സിൽ. പിന്നെ ഇത് അത്യാവശ്യം പാലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബില്ലിംഗ് സെക്ഷനിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. എഗ്ഗ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് റൂം സ്പ്രേ ആണ്, ഒരു ഊത്, നല്ല സ്മെല്ലാണിത്. അപ്പോൾ ഈ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ
ഗ്രോസറി ഷോപ്പിംഗ്. അപ്പോൾ മറ്റൊരു വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.